അഴ കെട്ടുമ്പോൾ പ്ലാസ്റ്റിക് കയറിട്ട് നമ്മൾ കെട്ടുമല്ലോ. അല്ല, ഈ പ്ലാസ്റ്റിക് കയർ ഇതുപോലെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണം? അതിന്റെ വക്ക് ഇങ്ങനെ നാനാപാട് നിൽക്കുന്നത് ഒന്ന് നമ്മളൊന്ന് തീ കത്തിച്ചാൽ അതൊന്ന് ഉരുകി ഒരു വിനയത്തിൽ നിൽക്കും. അങ്ങനെയാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ദിവസം ഞാൻ നിൽക്കുമ്പോൾ ഫയർ എഞ്ചിൻ അങ്ങ് പോകുന്നു, 2 എണ്ണം. നാട്ടുകാരൊക്കെ ഓടുന്നുണ്ട്. എന്താ സംഭവം നോക്കുമ്പോൾ അവിടെ ഒരു തൊഴുത്തിനൊക്കെ കൂടെ തീ പിടിച്ചിട്ട് ആകെ പ്രശ്നമായിട്ടിരിക്കുക. ഹൗസ് ഓണർ ഇങ്ങനെ വലിയ കുറ്റബോധത്തോടു കൂടി അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ചെന്ന് ചോദിച്ചു, എന്തു പറ്റി ചേട്ടാന്ന് ചോദിച്ചു. വൈക്കോൽ തൂറ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വക്കൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി ഒന്ന് തീപ്പെട്ടി വെച്ച് സെറ്റ് ചെയ്ത് നോക്കിയതാണ്. വൈക്കോൽ തൂറിൻ്റെ അറ്റന്ന് കത്തിപ്പോയി. ഒരു മദ്യപിക്കുന്നതാണല്ലോ, പുള്ളിക്ക് മദ്യപിച്ച് കഴിഞ്ഞാൽ പുള്ളി വഴക്കുണ്ടാക്കും. അപ്പോൾ വഴക്കുണ്ടാക്കാൻ പുള്ളിക്ക് ചെറിയ സെൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു ചോദ്യം വന്നു, എങ്ങോട്ടാണ് പോണേന്ന് പുള്ളിക്ക് മനസ്സിലായി. കാരണം തോപ്പിക്കാനായിട്ടേ ഇയാൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെങ്കിൽ പിച്ച് കൂടുന്തോറും ടോണിൻ്റെ ബേസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറയല്ലേ, ഇങ്ങനെ ഈ സാധനം വരും പുള്ളിക്ക്. വെറുതെ വർത്താനം പറയുമ്പോൾ ഇതാണെങ്കിലും ദേഷ്യം വരുമ്പോഴോ അത് പറയുമ്പോഴോ പുള്ളിയുടെ ടോൺ ഇങ്ങനെ ഫെമിനൻ ടോണിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം പുള്ളി ഒരാളോട് ഷാപ്പ് ഇരുന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പം തർക്കത്തിൽ ഇയാൾ അടുത്ത 2-3 പോയിന്റും കൂടെ കഴിഞ്ഞാൽ ജയിക്കും എന്നുള്ളൊരു അവസ്ഥയിലെത്തിപ്പോൾ ഈ ഓപ്പോസിറ്റ് നാളെ ചോദിച്ച്, ചേട്ടൻ്റെ ശബ്ദം കുഞ്ഞുനാൾ തൊട്ട് ഇങ്ങനെയാണോ എന്ന്. ഇതിനെക്കുറിച്ചല്ല തർക്കം നടക്കുന്നത്. പക്ഷെ ഇത് മൂത്ത് വെക്കുമ്പോൾ ഇയാളൊക്കെ ചേട്ടൻ്റെ ശബ്ദം കുഞ്ഞുനാൾ തൊട്ട് ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്ന് ചോദിച്ചോണ്ടേ, ചേട്ടൻ്റെ ശബ്ദം കുഞ്ഞുനാൾ തൊട്ട് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ചോദിച്ചോണം കേട്ടോ. ചേട്ടാ, ചേട്ടന്റെ ശബ്ദം കുഞ്ഞാള് പോലെ ഇങ്ങനെ തന്നെയാണ്. എങ്ങനെ